ഇന്ന് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതേ അളവ് കപ്പിന് 1/4 കപ്പ് അരിപ്പൊടി ഒരു ചരുവത്തിലേക്ക് എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ശേഷം അടുപ്പിൽ വെച്ച് ഇതിനെ നന്നായി കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഇതിന് ഞങ്ങൾ കപ്പി കാച്ചുക എന്നാണ് പറയുക. നിങ്ങളൊക്കെ എന്താണ് ഇതിന് പറയുക? ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. കുറുകി കഴിയുമ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് അതേ മെഷറിംഗ് കപ്പിന് 1 കപ്പ് വെള്ളവും ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് ആദ്യം തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന മാവ് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ അതേ മെഷറിംഗ് കപ്പിന് നമ്മൾ ഉപയോഗിച്ച 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് ശർക്കര തിക്കാക്കി ഉരുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം തണുത്തതിന് ശേഷമാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി മധുരം കുറവാണെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇതും കൂടി ഇട്ട് ഒന്നടിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും അടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ മാവ് നല്ല കറക്റ്റാക്കി മിക്സാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് മധുരം നോക്കാം. മധുരം മുമ്പോട്ടായിരിക്കണം, അതാണ് അതിൻ്റെ കണക്ക്. ഇനി അടച്ച് നമുക്ക് ഫെർമെൻ്റ് ആകാൻ വേണ്ടി 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് ഫെർമെൻ്റായി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം സ്റ്റീം ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാത്രം നന്നായി നെയ്യ് തടവിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് ആ പാത്രത്തിൻ്റെ 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം, അരയിൽ കൂടുതൽ ഒട്ടും ഒഴിക്കാൻ പാടില്ല, അത്രയും ഒഴിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ വട്ടയപ്പം ഇവിടെ റെഡി. നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് വട്ടയപ്പം ready.